അപ്പൊ എല്ലാരും കുറച്ച് ക്ഷീണത്തിലാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വെള്ളം കുടീൻ്റെ പ്രശ്നം, വെള്ളം കുടി കുറവായിട്ട് മൂത്രപ്പഴുപ്പിൻ്റെ ഉണ്ട്. അപ്പം ഇന്നലെ രാവിലെ ഇവിടുന്ന് ഉണ്ട്, അത് കൂടെ വിരുന്ന് പോയി. അവിടുന്ന് തീരെ വയ്യാതെയായിരുന്നു. എന്നിട്ട് അവിടെ അടുത്തുള്ള ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നുണ്ട്. ഇന്നേക്കും ഇങ്ങോട്ട് ലെവലായിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. രാവിലെ അറിയാൻ പറ്റൂല, 10 മണിയൊക്കെ ആയിട്ടുണ്ട്. വരുന്ന കൂട്ടത്തിൽ കുട്ടികളെയും കൊണ്ടിട്ട് പോകുന്നു. സിന്ധ്യേച്ചീൻ്റെ സ്വാധീനയും മോനുവിനെയും കൂടി കൂട്ടിയിട്ട് വന്നിട്ട് രണ്ടാളെ. പിന്നെ ഞാനും ഡോക്ടറെ കാണിച്ചു ഇന്നലെ. പല്ല് ഡോക്ടർ അല്ല, അമ്മേനെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിച്ചു. അപ്പം അങ്ങനെ മോണയ്ക്ക് പഴുപ്പ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പല്ല് ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ടി വരും. ആ പല്ല് അവിടെ നേരെ തെറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ആ കോട്ട് പല്ലാണ് കേട്ടോ. അപ്പം ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ വേദനയാണ്. ശരിക്കും ഇങ്ങോട്ട് വർത്തമാനം പറയാൻ ചിരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു. ഇപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ട് വന്നതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയൊക്കെ കൊണ്ടുവന്ന് അതിങ്ങനെ സെറ്റാക്കുന്ന പരിപാടിയിലാണ്. ചിക്കൻ ഉണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട്. പിന്നെ അമ്മ കുറച്ച് കഞ്ഞി കുടിച്ചിട്ടു. അപ്പോൾ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും പറ്റൂല. അങ്ങനെയാണ്. പിന്നെ അത് നമ്മളെ നാസറാക്ക ഉണ്ട് ഇവിടെ. നാസറാക്ക നമ്മൾ ഇന്നലെ പോയതല്ലേ, ഞങ്ങൾ പോയ നാസറാക്കക്ക് ഭയങ്കര സങ്കടം. അപ്പൂസ് അപ്പൊ തറവാട്ടിലെ ചെറിയമ്മേന്റെ മക്കളൊക്കെ വന്നോണ്ടേ ഓലെ പോൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കാണ്. അപ്പൊ സ്വാഗതം പറയാനൊന്നും കിട്ടൂല. നേരെ അപ്പുറത്തൂടെ പോണത്. എന്തോ പിത്തനൊപ്പിച്ചുള്ള പോക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ സ്വാതി ഉണ്ട്. സ്വാതി അങ്ങോട്ടോ പോയി എന്താ പോയോ. പിന്നെ വിഷ്ണുവാണ്, ഓനോടെ കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ മോള് വരുന്നുണ്ട്. എവിടെയായിരുന്നു എന്താണ്. അപ്പൊ രാവിലെ ചാവടി ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. ഓനും ചേട്ടനും കൂടി രാവിലെ നേരത്തെ ഇങ്ങോട്ട് പോന്നു. പിന്നെയാണ് ഞങ്ങള് ഓൻ്റെ ഒപ്പം ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ ചാവടി ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ വേഗം ചോറാക്കിയാല് ചോറ് കൊടുക്കാൻ കുട്ടികൾക്ക് വിചാരിച്ചിട്ട് അതിനുള്ള ഒരുക്കങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല. ക്ഷീണുണ്ട്. വെള്ളം നല്ലോണം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എരിവ് പുളി അങ്ങനത്തെ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ ഡോക്ടർ കാണാൻ നമ്മളെ വീഡിയോ, അതുകൊണ്ട് പറഞ്ഞ പോലെ ചെയ്തോളേ. ഞാന് മാറി ബിരിയാണി ഉണ്ടാക്കാൻ അതിനുള്ള ഉള്ളി വാട്ടിയോണ്ട് നിൽക്കുന്നു കേട്ടോ. ബിരിയാണി നെയ്ച്ചോണ്ട അരിയാണ് ബിരിയാണി. അപ്പൊ നമ്മള് ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ വാടിയിട്ടോ മല്ലിയിലൊക്കെ ഇട്ട് വേവിച്ച് വാട്ടി വെച്ചതാണ്. അപ്പൊ നമ്മള് സ്വാഗതമൊക്കെ പറയാൻ അങ്ങോട്ട് പോകുന്നത്. ചിക്കൻ കഴുകി വെച്ചതാണ്. അരി ഇതാ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ അതൊന്ന് കുതിർന്നോട്ടെ എന്ന് വിചാരിച്ച് വെള്ളത്തിലാക്കി. അപ്പൊ നമ്മളിന്ന് നമ്മളെ യൂസഫൊക്കെ അന്ന് സ്റ്റിക്കർ ആഡ് ചെയ്യണ വീഡിയോ ആദ്യമായിട്ട് അത് പറയാൻ വിട്ടുപോയിട്ടോ. പക്ഷെ നമ്മളിതിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അത് ചോറ് വെക്കാനും പിന്നെ ഈ സ്റ്റിക്കിന്റെ ആപ്പിൽ കയറിയിട്ട് സ്റ്റക്ക് ആവുകയാണ്. നമ്മൾ സാധാ ക്യാമറ തന്നെ ഓപ്ഷൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ അതെടുത്താ അപ്പൊ കുറച്ചേരം ഒരു പണി ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഒന്ന് ഏകദേശം ഇതിന്റെ ഗ്രേവി ഒക്കെ ആക്കി ചിക്കനൊക്കെ ആക്കട്ടെ കേട്ടോ. ഇനി എടുത്തോന്നോ അവിടുന്ന് എൻ്റെ ബാക്കിലാണ്. മഞ്ഞപ്പൊടി എടുക്ക്, ഉപ്പ് എടുക്ക്, മുളകും പൊടിയൊക്കെ ഞാൻ അങ്ങനെ പൊടിച്ചതാണ് കേട്ടോ. മിക്സിയിൽ പൊടിച്ചതാണ്. മുളക് നമ്മൾ മാവേലിന്ന് വാങ്ങിയതാണ്, പൊടിപ്പിച്ചിട്ടില്ല. അതൊക്കെ പൊടിപ്പിക്കാൻ കൊണ്ടുപോകണത്. എന്ത് ബിരിയാണിയാ? മലബാറി ബിരിയാണിയോ മലപ്പുറം ബിരിയാണി? ഏത് ബിരിയാണി? മലബാറി ചിക്കൻ ബിരിയാണി. സാധാ നെയ്ച്ചോറ് ബിരിയാണിയാ? നെയ്ച്ചോറ് ബിരിയാണി പൊരിച്ചിട്ട് വെക്കണ പൂസേ? എങ്ങനെയുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് വെക്കാൻ? എങ്ങനെ ചെയ്യണ്ടേ പറയ്. എങ്ങനെ ചെയ്യണ്ടേ പറയ്. ചൂടണോ ഉണക്ക്? നാളെ കാട്ടിക്കോ. ഇത് ടാങ്ക് കലിക്കല്ല ചൂടാണ്. ഇപ്പോൾ വെള്ളം കലക്കോ?
എന്നാ ചെയ്യും. ഇപ്പൊ നമുക്ക് അമ്മേൻ്റെ അടുത്ത് വെക്കാം. മോന് ചൂടായിട്ട് ഭയങ്കര ഉറക്കത്തിലാണ്. ഇങ്ങനെ കൈകൊണ്ട് ആയി പറഞ്ഞ ഇരിക്കുന്ന അസറക്ക എപ്പോ വന്നാലും അവിടെ ഇരിക്കും. ഇവിടെ നിക്കണ സുഖം കിട്ടൂല. എന്താ ചേച്ചിയാ നാസറൊക്കെ എപ്പോ വന്നാലേ പുറത്ത് നിക്ക. ഇപ്പൊ ഞാൻ റെഡി ആട്ടോ, കുറച്ചുകൂടി പണിയുണ്ടല്ലേ. ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് ചോറ് വേവിക്കാൻ വെക്കണം. എന്നിട്ട് അതിക്ക് ഊറ്റിയിട്ട് ദമ്മിടണം. അപ്പൊ ഞാനേ ചോറ് ഗ്യാസ് തട്ടാ വേവിക്കാൻ വെച്ചത്. അപ്പൊ ഈ ചോറ് എങ്ങനെയാണ് വെക്കുന്നത്? കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടി ചൂടാക്കിയതിന് ശേഷം അതിക്ക് കണ്ടോ ഈ പട്ട, പൂവ്, ഒരു കറുവപ്പട്ടൻ്റെ ഇല, അതേപോലെ ചെറിയ ജീരകവും വലിയ ജീരകം, ഇതെല്ലാം കൂടി ആ ഒരു നെയ്യിലും എണ്ണയിലും ഒന്നിങ്ങോട്ട് മൂപ്പിച്ചതിന് ശേഷം അതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം തിളച്ചു. അപ്പൊ അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് അരി അതിന് ഊറ്റിരിക്കണം കേട്ടോ. ആ സമയം ഇവിടെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തരാം. നമുക്കിവിടെ ചെറിയ അടുക്കള കൊണ്ട് എല്ലാം കൂടി കാണിക്കാൻ പറ്റണില്ല കേട്ടോ. കയ്യൊക്കെ കൊള്ളുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമ്മളെ ചിക്കൻ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കണം. കുറച്ച് ചിക്കൻ വെച്ചിട്ട് അത് നിങ്ങൾ പറഞ്ഞിട്ട് വെച്ചതാണ്. അപ്പൊ ബിരിയാണി ഇഷ്ടമല്ല. എപ്പോഴും കുറച്ച് ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ മാറ്റി വയ്ക്കും. എന്താ വെച്ചാല് ചേട്ടന് സ്പെഷ്യൽ വെച്ച് കൊടുക്കണം. എന്തെങ്കിലും കണ്ടിട്ട് മഞ്ഞളും മുളകും ഇട്ടിട്ട് വെക്കണം. അതിന് വേണ്ടി ഉള്ളവിടെ മാറ്റി വെച്ചതാണ്. അപ്പൊ അതിന് വേറെ ഈ അടുപ്പ് ഒഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ചോറ് നമ്മൾ വേവട്ടെ, വെന്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ദമ്മിട്ട് കൊടുക്കുമ്പോ അപ്പൊ 2 കിലോ അരി കേട്ടോ. അത് 2 കിലോ അരി. ചിക്കൻ എത്ര? ചിക്കൻ കുറച്ച് വേണ്ടല്ലോ. എല്ലാം അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. ഞാന് 6 കണക്ക് കൂട്ടി. ഇവിടെ ഉള്ളവരെ കണക്ക് കൂട്ടിയില്ല നിങ്ങള്? 6 ടോട്ടല്. അപ്പൊ ഇതുണ്ടാവും കേട്ടോ 2 കിലോ അരി. ചോറൊന്ന് വേവട്ടെ. ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയിട്ടേ ചിക്കൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ ബിരിയാണിയൊക്കെ ഇങ്ങനെയാണ്. ബിരിയാണി ഇങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ ഞാൻ സാധാ റേഷൻ അരി കൊണ്ട് ഇതേപോലെ കുറച്ച് ബിരിയാണി വെച്ചിരുന്നു കേട്ടോ. അപ്പൂസിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്. ഇപ്പോൾ തന്നെ അതാ ചോദിച്ചത് എന്താ ഉണ്ടാക്കുന്ന ബിരിയാണി. ഇന്നലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് തൈരിക്ക് ഒരു സൈഡ് അതും കൂടി ആക്കട്ടെ. ചോറ് വെന്തു. നമ്മൾ ചോറ് ഊറ്റിക്കഴിഞ്ഞ് ചിക്കൻ്റെ മുകളിൽ കൊടുക്കാൻ പോവാണ്. ഇവിടെ നിൽക്കാം. സുഖ സ്പേസ് കമ്മിയായതുകൊണ്ട് ചോറ് കണ്ടോ ഇത് നിറഞ്ഞു വന്നു. ഞാൻ ഊറ്റിയിട്ട് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കാം. മക്കള് വരുന്നുണ്ടോന്നോ? അപ്പൊ എവിടെ ചോറിനാട്ടോ? അമ്മ എങ്ങനെയുണ്ട് ഇപ്പോ? തല പൊന്തണല്ലോ. സുഖായില്ലല്ലേ? സുഖായിട്ടില്ല. റെഡി ആയിക്കോളൂ. 2 ദിവസം മരുന്ന് കുടിച്ചാ സംഭവം ഒക്കെ ആയിക്കോളൂ. അസുഖം എപ്പോഴാ വരുന്നത് പറയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടങ്ങി. വീണ്ടും വന്നതാ. കണ്ടില്ല. അവിടുന്ന് എടുത്തിട്ടോ? എവിടെ? അടുക്കളന്നോ? അടുക്കളന്നല്ല, അവിടെ പുറത്തുനിന്ന് ചുട്ടി. അപ്പൊ തീ പകരുക കേട്ടോ. ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എവിടുന്ന്? ആ കണലില്ലേ കത്തിച്ച് ഏലല്ലേ അടുത്ത് കത്തിച്ച് ഏല. ഇത് ചിക്കൻ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ചുട്ടു. ചെറുതായിട്ട് പുക ചോദിച്ചിട്ടുണ്ട്. അതാ ഇലയിലിട്ട് ചുട്ടിട്ടേ. ബിനീന്റെ കുട്ടിയാണ്. ബിനി അവൻ അറിയാത്തവരുണ്ടല്ലോ. ഫുള്ള് വൈറലാണോ വീഡിയോയില്?
ആദ്യന്റെ ചെറിയ പെരുന്നാൾ ഓർമ്മ ഉള്ളവരൊക്കെ കമന്റ് ചെയ്യുക. ഇത് മുതലാണേ. മുതലാണ്. ഈ ബിരിയാണി നമുക്ക് അടിപൊളിയായിട്ട് തിന്നാം. അനിയൻകുട്ടനോട് കൊണ്ടുവരണം. ഞാൻ വയറച്ചിട്ടാ വന്നത്. അതെന്താണ് അവിടുന്ന് ചോറൊക്കെ തിന്നു. ഓൻ ചോറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ചോറ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ദമ്മില് കിടക്കണം കേട്ടോ. അത് വരെ കൊള്ളൂ. കഴിഞ്ഞു. നമ്മളെ വിരുന്നുകാർക്ക് സ്പെഷ്യൽ ബിരിയാണി. ചെലപ്പോ പോകുന്നറിയുന്നുണ്ട്. ഇല്ല അവരൊന്നും വിടൂലേ. ഒരു പാട്ടെടുക്ക. അടിപൊളി പാട്ടെടുക്ക. അമ്മ ഇപ്പൊ ഏകദേശം ഇവിടെ സൈഡായ മട്ട അല്ലേ. അമ്മ റെഡി ആവും അല്ലേ. ചെലപ്പോ നല്ലതാവും, ചെലപ്പോ എന്തെങ്കിലും അസുഖം വരും, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാട്ടിടോ അടിപൊളി പാട്ടാണ്. സ്റ്റേജിലൊക്കെ പാട്ടിടണം. എന്താ പാടാത്തെ? അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കൂടിയിട്ട് നമ്മള് ദമ്മിട്ടിട്ട് അതൊന്ന് തുറന്നിട്ട് കാണാം. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡിയായി തോന്നുന്നു. തുറന്നു നോക്കട്ടെ. നിറഞ്ഞു നിന്നോട്ടത് ഇട്ടെടുത്തപ്പോഴേക്കും നമുക്കത് അടിയൊക്കെ ഒന്ന് മോളിക്കാക്കണം. ഞാൻ ക്യാമറ ചിലങ്ങള് അടി മേലാക്കി തന്നോളൂ. ആദ്യം തന്നെ പറയല്ലേ. ഇവിടെ എങ്ങനെയുണ്ട്? കുറച്ച് മല്ലിയിലൊക്കെ ഇവിടെ എങ്ങനെയുണ്ട്? എന്താടാ പണി? ചോറിനാവാ നീക്ക്. ചോറിനാ നീക്ക്. അപ്പൂസ ചോറിനാവാ. അപ്പൂസ് അവിടെ അല്ല, ഉള്ളില് വാ, ഇങ്ങോട്ട് വാ. അവിടെ രസം ചേച്ചിയെ. അപ്പൂസിനെ അവിടെ രസം, അവിടെ രസം. പുറത്താണോ അല്ലോ പൂച്ചാള് സ്വരം കൊടുക്കൂല. ദം ബിരിയാണി റെഡി. കുറച്ച് കുറച്ച് എടുക്കാണ് കേട്ടോ, അല്ലെങ്കിൽ കഴിയൂല. മതില്ലേ? മതി. ഇതൊന്ന് ചോറ് ഇഷ്ടംപോലെ, ചിക്കൻ പീസ് കമ്മിയാ. കഴിക്കാം. മോനെ റെഡി അല്ലേ? വിഷ്ണു എവിടെ? വിഷ്ണു പൂച്ചയുടെ പൂച്ച പോയ പൂസ. ഞങ്ങള് ഇവിടെ വളർത്തുന്ന ഒരു പൂച്ച ഉണ്ടല്ലോ. എന്താ പ്ലേറ്റ് വേണ്ട? പ്ലേറ്റ് എടുത്താ ഇല ഉണ്ട്, വാഴയില വീണടക്കണ്ടേ. അപ്പൊ ഇതിലാക്കിയാ പിന്നെ കഴുകണ്ടല്ലോ, ആവശ്യം കഴിഞ്ഞ വലിച്ചെറിയ. ഇതൊക്കെ അപ്പൂന്റെ പണി, അപ്പു കാണിച്ചാ മതിയിലപ്പോ. അപ്പൂസേ വാഴന്റെ എല്ലാം മുറുക്കി കഴിക്കാന്. അമ്മയ്ക്ക് ഇന്ന് പാട്ടും പാടണ്ട, ഒന്നും വേണ്ട. പാട്ടൊന്നും വേണ്ട, ഒന്നും നടക്കാൻ അയ്യാനെ പാട്ട് ഇടുന്നു. വെള്ളം കുടിച്ച് കുടിച്ച് മാറും. വാഴയിലാണ് എല്ലാവർക്കും. വാഴയില എന്താ കാരണം? ആ അതന്നെ തുടക്കേണ്ടത്. കഴുക നല്ല ഇലയാണ്, തുടക്കല്ലേ? ആ കഴുകിയാ മതി. തുടച്ചാ പോവൂല, കൊറേ ഉണ്ടാവും. തുടച്ചാ പോവൂല, കഴുകണം. വെള്ളം ഒഴിച്ചാ നിങ്ങളെ വലിയ കോഴിയുടെ ചേച്ചി ആളെവിടെ?
ബിരിയാണി ഞാൻ പോയിട്ട് എല്ലാരും ഒന്ന് കഴിക്കല്ലേ അത് തിരിയില്ലമ്മ അപ്പൂസേ ആ ഫാൻ ഇറക്കി കൊടുത്താ അപ്പൂസാണ് എന്റെ ആൾക്കാര് അഡ്ജസ്റ്റ്മെന്റ് ഫാനാണ് റെഡി ആയില്ലേ എന്താണ് എന്താ ചേച്ചി ഇതെന്താ ചിക്കൻ്റെ അത് റെഡിയാ സ്പെഷ്യല് അപ്പൊ അത് കറിയില്ല എന്താണ് കറിയില്ല എന്നാ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്ക് ഇരിക്കെല്ലാരും ഇരിക്കി അമ്മ എവിടെ ഇരുന്നോളെ അല്ല ഇവന്റെ അമ്മേനെ വിളിച്ചില്ലല്ലോ വന്നോളൂ ഇരിക്കി നന്ദ ചെല്ലേ ഓർക്ക് എവിടെ പുറത്തിരിക്കാനോ തോന്നുന്നത് പുറത്തിരിക്കും അടിപൊളി സ്റ്റൂള് മുന്നിൽ കഴിക്കല്ലേ കഴിച്ചോ സ്റ്റൂള് മുന്നിൽ വെച്ചോ വെച്ചോ ഞാൻ ഇല വെച്ചോ അമ്മ ഇവർക്ക് സെറ്റ് ഇരുന്നോളി അവിടെ തന്നെ ഇരുന്നോളി പറ്റൂലല്ലേ അമ്മയ്ക്ക് സ്റ്റൂൾ കൊടുക്കും പ്ലേറ്റ് കൊടുക്കാം നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെയാണ് അവിടെ ഇരുന്ന് തന്നെയാണ് ഇങ്ങോട്ടില്ല അവിടെ ചൂടാണ് വിഷ്ണു എങ്ങനെയുണ്ട് ഭക്ഷണം പൊളിയാ അടിപൊളി നീ രാത്രി അടിപൊളിയാക്കാം ആ ഷിജി വേവാ അപ്പൂസേ എങ്ങനെയുണ്ട് നമ്മളെ ബിരിയാണി എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ അപ്പൂസ് സൂപ്പറാ സൂപ്പർ എന്താ തണുത്ത വെള്ളം വെള്ളം കൂടി ആയാല് നമ്മളെ പരിപാടി പൂർത്തിയായി പിന്നെ ചോറിന സമാധാനത്തിൽ ഇരിക്കുക അപ്പോളേ ഞങ്ങൾ ചോറിന് കേട്ടോ എന്നാല് നമ്മളെ ബിരിയാണി ഒക്കെ നമ്മളെ പിന്നെ ചോറിനൊക്കെ പോയി അപ്പം അമ്മ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുക നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ.